Previous class we were discussing about points to be considered while fixing the site for a bridge. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇവിടെയാണ് നിർത്തിയ പോയിന്റ്സ് ടു ബി കൺസിഡേർഡ് വൈൽ ഫിക്സിങ് ദ സൈറ്റ് ഫോർ എ ബ്രിഡ്ജ്. ഒരു ബ്രിഡ്ജിന് വേണ്ടിയുള്ള സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഒരു പ്രാവശ്യം പറയാം. മിനിമം വിഡ്ത്ത് സ്പാൻ ഓഫ് ബ്രിഡ്ജ് ഷുഡ് ബി മിനിമം. അങ്ങനെയുള്ള സ്ഥലത്തായിരിക്കണം നമ്മുടെ സൈറ്റ് പോസിബിൾ. സോ ദി സൈറ്റ് ഷുഡ് ബി സെലക്റ്റഡ് അറ്റ് എ പ്ലേസ് വെർ ദി വിഡ്ത്ത് ഓഫ് ദി റിവർ ഈസ് മിനിമം. ഇറ്റ് ഡിപ്പെൻഡ്സ് കോസ്റ്റ് ഓഫ് ദി കൺസ്ട്രക്ഷൻ അല്ലേ. നദീൻ്റെ വീതി കുറഞ്ഞ സ്ഥലത്ത് വേണം ബ്രിഡ്ജ് ഉണ്ടാകുക. കാരണം എന്താ, നമുക്ക് കുറച്ച് സ്ഥലത്ത് ബ്രിഡ്ജ് ഉണ്ടാക്കിയാൽ മതി. അതുകൊണ്ട് നമുക്ക് ബ്രിഡ്ജിൻ്റെ കോസ്റ്റ് കുറക്കാം അല്ലേ. കോൺക്രീറ്റും കമ്പിയൊക്കെ കുറച്ചുകൂടെ, അപ്പോൾ അതിനുള്ള കോസ്റ്റ് കുറക്കാം. പിന്നെ ഈ മൊഡ്യൂളിൽ, ഇത് ഫോർത്ത് മൊഡ്യൂളാണ്. ഫോർത്ത് മൊഡ്യൂളിൽ 4 സംഭവങ്ങളാണുള്ളത്. ഒന്ന് ഈ ബ്രിഡ്ജ് എഞ്ചിനീയറിങ്, രണ്ടാമത്തെ ടണൽ എഞ്ചിനീയറിങ്. ടണലില്ലേ, കുതിരാൻ എന്നൊക്കെ കേൾക്കില്ല ഞങ്ങൾ. അട്ടൽ ടണൽ, ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ടണൽ ഓപ്പണാക്കി. അതുപോലെ കൊങ്കൺ റെയിൽവേ കടന്നു പോകുന്ന അങ്ങനത്തെ ടണൽ ഉണ്ടാവില്ല, റെയിൽവേ ടണൽസ് അങ്ങനത്തെ, അതാണ് ടണൽ എഞ്ചിനീയറിങ്ങിൽ വരുന്നത്. പിന്നെ മൂന്നാമത്തെ ഡോക്ക് ആൻഡ് ഹാർബറാണ് അല്ലേ, തുറമുഖം അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ഒരു ചാപ്റ്ററാണ് വരുന്നത്. നാലാമത്തെ ചാപ്റ്റർ എയർപോർട്ട് എഞ്ചിനീയറിങ്. എയർപോർട്ടിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ചെറിയൊരു സ്റ്റഡി ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ്. ബ്രിഡ്ജിൻ്റെ സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യങ്ങൾ പറയാം. ഗുഡ് ഫൗണ്ടേഷൻ, നല്ല ഫൗണ്ടേഷൻ വേണം. അവൈലബിലിറ്റി ഓഫ് സ്യൂട്ടബിൾ ഫൗണ്ടേഷൻ അറ്റ് റീസണബിൾ ഡെപ്ത് ഈസ് ദ ഗ്രേറ്റസ്റ്റ് കൺസിഡറേഷൻ. നല്ല റീസണബിൾ ഡെപ്തിൽ സ്യൂട്ടബിൾ ഫൗണ്ടേഷൻ അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ അവിടെ സോയിൽ ടെസ്റ്റൊക്കെ നടത്തണം, എന്നിട്ട് വേണം സെലക്ട് ചെയ്യാൻ. സ്ക്വയർ അലൈൻമെൻറ്റ്, ക്രോസിംഗ് ഷുഡ് ബി സ്ക്വയർ, റൈറ്റ് ആംഗിൾസ് ടു ദി റിവർ ഫ്ലോ. അതായത് ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. റിവറിൽ ഇപ്പോൾ ഇത് ബ്രിഡ്ജ് ആണെങ്കിൽ ബ്രിഡ്ജിന് ഇങ്ങനെ റിവറുടെ ഫ്ലോ ഇങ്ങനെ ആകുന്നതാണ് നല്ലത്. സ്ക്യൂ ക്രോസിംഗ് ഷുഡ് ബി അവോയ്ഡ് ആസ് ഫാർ ആസ് പോസിബിൾ. ഇതിങ്ങനെ ക്രോസ് ചെയ്യുന്ന വെള്ളം ഉണ്ടാവില്ലേ, അത് മാക്സിമം, ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. ഈ നാലാമത്തെ പോയിന്റ് സ്ട്രൈറ്റ് റീച്ച് ആൻഡ് ഫേം ബാങ്ക്സ് അല്ലേ. സ്ട്രൈറ്റ് റീച്ചും ഫേം ബാങ്കും വേണം. ബാങ്ക്സ് കാരണം തീരം. ദ ബ്രിഡ്ജ് ഷുഡ് ബി ലൊക്കേറ്റഡ് ഓൺ സ്ട്രൈറ്റ് റീച്ച്. സ്ട്രൈറ്റ് റീച്ചിൽ ലൊക്കേറ്റ് ചെയ്യണം. ഇറ്റ് ഷുഡ് ഹാവ് വെൽ ഡിഫൈൻഡ് ബാങ്ക്സ് അറ്റ് അപ്പ് സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം അല്ലേ. രണ്ട് സ്ഥലത്തും വെൽ ഡിഫൈൻഡ് ബാങ്ക്സ് ആണ്, അല്ലെങ്കിൽ അത് ഒഴുകിപ്പോവും തീരം. ബ്രിഡ്ജിൻ്റെ ഫിഗറൊക്കെ ഓർമ്മയില്ലേ എനിക്ക്? എന്താ ഇതിൻ്റെ ഇവിടെയുള്ള വെൽ ഡിഫൈൻഡ് ബാങ്ക്സ് വേണമെന്നാണ് പറയുന്നത്. ഞാൻ ബ്രിഡ്ജിൻ്റെ ഫിഗർ ഇപ്പോൾ ഇതിനകത്തൊന്നും ഉൾപ്പെടുത്തിയില്ല. ഞങ്ങൾ മുമ്പത്തെ ഡ്രോയിങ് എടുത്ത് പഠിക്കുമ്പോൾ ഇത് വെച്ച് നോക്കുക. സ്ട്രൈറ്റ് അപ്രോച്ചസ്. Straight approaches are necessary at least for a length of 15 meters on either side. ഇത് നമ്മൾ അപ്രോച്ച് ചെയ്യുക, ആ ബ്രിഡ്ജിലേക്ക് കയറുന്ന ഭാഗമാണ് അപ്രോച്ച്. ഇതിപ്പോൾ ബ്രിഡ്ജാണ്, അവിടെ 15 മീറ്ററെങ്കിലും സ്ട്രൈറ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. എന്നാലേ അത് കറക്റ്റ് ഫോഴ്സ്, ചെരിഞ്ഞു വന്ന ഫോഴ്സിൻ്റെ ഇത് കൂടില്ലേ. ആറാമത്തെ അവൈലബിലിറ്റി ഓഫ് സഫിഷ്യൻറ്റ് ഫ്രീ ബോർഡ്. If the river is used for navigation purpose, the bridge be such that sufficient freeboard should be available for the passage of boat or ship. ബോട്ടിനും ഷിപ്പിനൊക്കെ പോകാനുള്ള ഗ്യാപ്പ് വേണം. ഇതിപ്പോൾ റിവർ ഫ്ലോ ഉണ്ടെങ്കിൽ മുകളിൽ ബ്രിഡ്ജ് കിടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ, ഇത് ബ്രിഡ്ജാന്ന് നോക്കുക. അപ്പോൾ ഈ ഗ്യാപ്പ് ഷിപ്പൊന്നും പോകുമ്പോൾ, അതാണ് ഫ്രീ ബോട്ട്. ഷിപ്പൊന്നും പോകുമ്പോൾ തട്ടാൻ പാടില്ല. വാട്ടർ വേ
there should be minimum obstruction to natural waterways at the site of bridge. നമ്മൾ ബ്രിഡ്ജ് ഉണ്ടാക്കി വിചാരിച്ച് നാച്ചുറൽ വാട്ടർ ഫ്ലോ ഉണ്ടല്ലേ, അതിൻ്റെ ഫ്ലോനെ അത് തടുക്കാൻ പാടില്ല. ഐ മീൻ അതിൻ്റെ നാച്ചുറൽ ഫ്ലോനെ നമ്മുടെ ബ്രിഡ്ജ് കാരണം നിന്ന് പോകാൻ പാടില്ല. ഇനി എട്ടാമത്തെ വെലോസിറ്റി ഓഫ് ഫ്ലോ. വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് ബ്രിഡ്ജ് സൈറ്റ് ഷുഡ് ബി പ്രോപ്പർ. ഞാൻ പറഞ്ഞ ബ്രിഡ്ജ് വന്ന കാരണം കൊണ്ട് നമ്മളെ ഫ്ലോൻ്റെ വെലോസിറ്റി ഒന്നും ബാധിക്കാൻ പാടില്ല. ഇഫ് ദ വെലോസിറ്റി ഈസ് ലോവർ ദാൻ പെർട്ടിക്കുലർ വാല്യൂ സിൽട്ടിങ് ഒക്കെ. സിൽട്ടിങ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് നടക്കും വെലോസിറ്റി കുറവാണെങ്കിൽ. ഈ സംഭവം ഉണ്ടല്ലോ, ഇതിലൂടെ ഈ സംഭവം ഒഴുകി വരുന്ന സംഭവം ഉണ്ടാവല്ലോ. ഈ നദി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മലയിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളമാണല്ലോ. അപ്പോൾ അതിനകത്തുള്ള സിൽട്ട് അടിഞ്ഞു കൂടുന്ന പറയുന്നത്. അപ്പോൾ അതിൻ്റെ സെറ്റിൽമെൻറ്റ് നടക്കാതിരിക്കും വെലോസിറ്റി കുറഞ്ഞ. ഇഫ് ദ വെലോസിറ്റി ഈസ് മോർ ദാൻ പെർട്ടിക്കുലർ വാല്യൂ ദർ വിൽ ബി സ്കവറിങ്, അല്ലേ, തേയ്മാനം സംഭവിക്കും. നിങ്ങൾ ഈ റെയിൽവേ ബ്രിഡ്ജ് ഇപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കയറുന്ന അവിടെയുള്ള ബ്രിഡ്ജിൻ്റെ താഴെ കൂടെ പോകും. അവിടെ ആ ബ്രിഡ്ജിൻ്റെ താഴെയൊക്കെ കുറേ തേയ്മാനം സംഭവിച്ചാണ് വെലോസിറ്റി കൂടി കഴിഞ്ഞു. വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിൽമെൻറ്റ് ഉണ്ടാവും, ഈ സിൽട്ടൊക്കെ വന്ന് അടിയും. മലയിൽ നിന്നൊക്കെ വരുന്ന വെള്ളമല്ലേ ഈ നദിയിലുണ്ടാവുക. അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ ആൻഡ് ലേബർ. ദ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ ആൻഡ് ലേബർ ഷുഡ് ബി അവൈലബിൾ നിയർ ബൈ ടു റെഡ്യൂസ് ദി കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ, അല്ലേ. ഇതിന് വേണ്ട ബ്രിഡ്ജ് ഉണ്ടാക്കാൻ വേണ്ട കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും കാര്യങ്ങളും വർക്കേഴ്സും ലേബേഴ്സും ഒക്കെ അടുത്ത് തന്നെ അവൈലബിൾ ആണ്. അതാകുമ്പോൾ നമുക്ക് കോസ്റ്റ് കുറക്കാമെന്നാണ് പറയുന്നത്. ഈസി ഡൈവേഴ്സൺ ഓഫ് സ്ട്രീം. ദർ ഷുഡ് ബി സഫിഷ്യൻറ്റ് സ്പേസ് ടു ഡൈവേർട്ട് ദി stream such that there is minimum work under water to get on with construction. നമുക്ക് വെള്ളത്തിൻ്റെ ഗതിനെ ഇത്തിരി മാറ്റി വിടാൻ കഴിയണം. എന്താ വെച്ചാൽ അത് അപ്പം നമുക്ക് ഈ ബ്രിഡ്ജിൻ്റെ ഈ ഓരോ ഈ പയറൊക്കെ പില്ലറൊക്കെ സ്ഥാപിക്കുമ്പോഴേ, പില്ലറും അബട്ട്മെൻ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ കോൺക്രീറ്റ് ദർ ഈസ് മിനിമം വർക്ക് അണ്ടർ വാട്ടർ ടു ഗെറ്റ് ഓൺ വിത്ത് കൺസ്ട്രക്ഷൻ. അവിടെ വാട്ടറിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിടേണ്ടി വരും. അപ്പോൾ ഈസിയായി ഡൈവേർട്ട് ചെയ്ത് വിടാൻ പറ്റണം. ലിസ്റ്റ് എനി 6 മെത്തേഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിഡ്ജ്. ഈ പല ടൈപ്പ് ബ്രിഡ്ജ് ഉണ്ട്, നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയ ബ്രിഡ്ജ്, പിന്നെ നമ്മളെ തൂക്കുപാലമില്ല അതുണ്ട്, പിന്നെ ഞങ്ങൾ സാധാരണ പോകുന്ന റെയിൽവേ ബ്രിഡ്ജ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബ്രിഡ്ജിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷനാണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇതീ പറഞ്ഞ ഈ ലാസ്റ്റ് പോയിന്റ്, നമുക്ക് ഈ ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ബായിലും അതിൻ്റെ പില്ലറൊക്കെ സ്ഥാപിക്കുമ്പോഴേ അവിടെ ലേശം ഒന്ന് വെള്ളം ഡൈവേർട്ട് ചെയ്ത് വിടേണ്ടി വരും. അത് ഈസി ആക്കണത് ഒരു സ്പേസ് ആയിരിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു മെറ്റീരിയൽ യൂസ്ഡ് ആണ്. രണ്ടാമത് അക്കോർഡിംഗ് ടു സ്ട്രക്ചറൽ ആക്ഷൻ ആണ്. മൂന്നാമത്തെ അക്കോർഡിംഗ് ടു അലൈൻമെൻറ്റ്. ഞാൻ പറഞ്ഞ പോലെ ഈ ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ എത്ര ടൈപ്പ് ബ്രിഡ്ജസിനെ കുറിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ടിമ്പർ ബ്രിഡ്ജാണ്, നമ്മൾ മരം കൊണ്ടുണ്ടാക്കുന്ന ബ്രിഡ്ജ്. രണ്ടാമത്തെ മേസൻട്രി ബ്രിഡ്ജാണ്, മേസൻട്രി പറഞ്ഞാൽ പടുത്തുണ്ടാക്കുന്ന ബ്രിഡ്ജ്. മൂന്നാമത്തെ RCC ബ്രിഡ്ജാണ്, റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബ്രിഡ്ജാണ്, നമ്മൾ സാധാരണ കാണുന്ന ബ്രിഡ്ജ്. നാലാമത്തെ സ്റ്റീൽ ബ്രിഡ്ജാണ്, സ്റ്റീൽ ബ്രിഡ്ജ് ഉണ്ട് ചില വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. ഇവിടെ സ്റ്റീൽ ബ്രിഡ്ജ് ഉണ്ടോയെന്ന് വെച്ചാൽ ഈ റെയിൽവേൻ്റെ മുകളിൽ കൂടെ ഒക്കെ പോകില്ലേ, നമ്മൾ നടന്നു പോകില്ലേ, ഒരു കുറേ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് ട്രെയിൻ ഇതാക്കാണ്ട് ട്രെയിനിൻ്റെ മുകളിൽ കൂടെ നടന്നു പോകില്ല, അത് സ്റ്റീൽ ബ്രിഡ്ജാണ്. പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ബ്രിഡ്ജ്, നമ്മുടെ കൊച്ചി മെട്രോ കണ്ടില്ലേ ഞങ്ങൾ, കൊച്ചി മെട്രോൻ്റെ ഓരോ സ്പാനും കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ സ്ട്രെസ്ഡാണ്. അതന്നെ വലിയൊരു ടോപ്പിക്കാണ് പ്രീ സ്ട്രെസ്സിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനെക്കുറിച്ച് വല്ലാണ്ട് ഞാൻ പറയുന്നില്ല. പ്രീ സ്ട്രെസ്ഡ് ബ്രിഡ്ജ് എന്നൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കുക കൊച്ചി മെട്രോൻ്റെ ഓരോ സ്പാനും ഇല്ലേ, ഓരോ പില്ലറിൻ്റെ അടിയിലുള്ള ബ്രിഡ്ജും ഒക്കെ പ്രീ സ്ട്രെസ്ഡ് ആണ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ പ്രീ സ്ട്രെസ്സിങ് ഉണ്ട്, പോസ്റ്റ് സ്ട്രെസ്സിങ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ സബ്ജക്റ്റാണ്. അപ്പോൾ അതിനെക്കുറിച്ച് തൽക്കാലം ഇപ്പോൾ ഞാൻ പറയുന്നില്ല. രണ്ടാമത്തെ അക്കോർഡിംഗ് ടു സ്ട്രക്ചറൽ ആക്ഷൻ. ബീം ആൻഡ് സ്ലാബ് ബ്രിഡ്ജ് അല്ലേ, ആദ്യം ഒരു ബീം കൊടുക്കും, ഇത് സാധാരണ കാണുന്ന ബ്രിഡ്ജാണ്, ബീം ഉണ്ടാവും ഇങ്ങനെ താഴെ, അതിൻ്റെ മുകളിൽ കൂടെ സ്ലാബ് വരും അല്ലേ, സ്ലാബ് വരും. ബീമിനെ ഗിർഡർ എന്നൊക്കെ പറയും നമ്മൾ.
രണ്ടാമത്തെ ട്രസ് ഓർ ഗിർഡർ ബ്രിഡ്ജസ്. ഇത് ട്രസ് ഗിർഡർ ബ്രിഡ്ജസ്. ഇങ്ങനത്തെ ബ്രിഡ്ജ് കണ്ടിട്ടുണ്ടാവും നമ്മൾ. ഇങ്ങനെ ട്രസ്, ഫോർ എക്സാമ്പിൾ നമ്മളെ റെയിൽവേൻ്റെ മുകളിൽ കൂടെ പോകണല്ലേ, ഇങ്ങനെ ട്രസ് കൊണ്ട് ഉണ്ടാക്കി. ഇതിൻ്റെ സൈഡ് വ്യൂ ആണ്. ഇതാ ഇങ്ങനെയൊക്കെയുള്ള ബ്രിഡ്ജുകൾ കണ്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുള്ള ബ്രിഡ്ജ്. ഈ പട്ടാളക്കാരൊക്കെ ഉണ്ടാക്കുന്ന ബെയിലി ബ്രിഡ്ജിനെ പോലുള്ള ഫുൾ ട്രസ്സായിട്ട്. മൂന്നാമത്തെ സിംപ്ലി സപ്പോർട്ടഡ് കണ്ടിന്യൂസ് കാൻഡിലിവർ ബ്രിഡ്ജ്. ഇതൊക്കെ നിങ്ങൾ മറ്റേ TOSലൊക്കെ പഠിച്ചതാണ്. സിംപ്ലി സപ്പോർട്ടഡ് പറഞ്ഞാൽ 2 സപ്പോർട്ടേ ഉണ്ടാവുള്ളൂ. കണ്ടിന്യൂസ് പറഞ്ഞാൽ ഒരു സപ്പോർട്ട് കൂടി അല്ലെങ്കിൽ 2 കൂടുതൽ സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ കാൻഡിലിവർ പറഞ്ഞാൽ ഇങ്ങനെ വെക്കുന്ന ഒരു ഭാഗത്ത് മാത്രം സപ്പോർട്ട് ചെയ്ത് വെക്കുന്നു, ഒരു ഭാഗത്ത് മാത്രം സപ്പോർട്ട് ചെയ്ത്. അങ്ങനത്തെ ബ്രിഡ്ജസൊക്കെ ഉണ്ട്. കാൻഡിലിവർ ബ്രിഡ്ജൊക്കെ മറ്റേ കൊച്ചി മെട്രോയിലുണ്ട് കേട്ടോ. കൊച്ചിയിലൊക്കെ പോകുമ്പോൾ ഒന്ന് മേലോട്ടൊക്കെ നോക്കി നോക്കുക. മെട്രോയിൽ പോകുന്നത് മാത്രമല്ല, അതിൽ ഉണ്ടാക്കിയിരിക്കുന്ന കൺസ്ട്രക്ഷൻ കാൻഡിലിവറും സിംപിളി സപ്പോർട്ടും പൈലും പോളും പൈൽ ക്യാപ്പും പോൾ ക്യാപ്പും പ്രീസ്ട്രസ്ഡ് സ്ട്രക്ചറും. പിന്നെ അടിയിലുണ്ടാവും മറ്റേ സംഭവങ്ങൾ, കെർബ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഗാർഡ് ഉണ്ട്, വണ്ടി വന്ന് ഇടിക്കാണ്ടിരിക്കാൻ, പില്ലറിന്, എക്സെട്ര എക്സെട്ര ഈസ് ദെയർ അറ്റ് കൊച്ചി മെട്രോ. സിംപ്ലി സപ്പോർട്ടഡ് കണ്ടിന്യൂസ് കാൻഡിലിവർ. കണ്ടിന്യൂസ് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ TOS, തിയറി ഓഫ് സ്ട്രക്ചേഴ്സ്, ഒക്കെ ഓർമ്മ വരണം. സസ്പെൻഷൻ ബ്രിഡ്ജ്, നമ്മളെ തൂക്കുപാലല്ലേ, അങ്ങനെയാണ് സസ്പെൻഷൻ ബ്രിഡ്ജ്. പിന്നെ ആർച്ച് ബ്രിഡ്ജ്, അത് നിങ്ങൾക്ക് ചിലപ്പോൾ പറഞ്ഞാലേ മനസ്സിലാവും. എന്ന് പറഞ്ഞുതരാം. ഇത് അതിൻ്റെ ആ ലോഡ് എടുക്കുന്ന ആർച്ച് ആക്ഷൻ കൊണ്ടാണ്. ഇങ്ങനത്തെ ബ്രിഡ്ജ് ലണ്ടനിലൊക്കെ കാണാം. ഇങ്ങനെ ബ്രിഡ്ജ് ഉണ്ടാവും, ഇതിന്മേൽ കൂടെയാണ് ഇത് വരിക. ഈ ആർച്ച് ആക്ഷൻ കൊണ്ടാണ് ഇതിൻ്റെ ലോഡ് എടുക്കുക. സപ്പോർട്ട് ഇങ്ങനെ വരിക, ഇതിൻ്റെ ആർച്ച് ആക്ഷൻ കൊണ്ടാണ് ലോഡ് എടുക്കുക. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാവില്ല ആർച്ച്, അങ്ങനെ ആർച്ചിന് വേറെ മറ്റേ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല, മീൻസ് പില്ലറും ബീമും ഒന്നും ഉണ്ടാവില്ല. ആ ആർച്ച് ആക്ഷൻ കൊണ്ടാണ് ലോഡ് എടുക്കുന്നത്. അപ്പോൾ അതാണ് മനസ്സിലാക്കുക. പിന്നെ മൂന്നാമത്തെ ക്ലാസ് അക്കോർഡിംഗ് ടു അലൈൻമെൻറ്റ് അല്ലേ. അലൈൻമെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, സ്ക്വയർ ബ്രിഡ്ജ്, സ്ട്രൈറ്റ് ബ്രിഡ്ജ്, സ്ക്രൂ ബ്രിഡ്ജ്. നമ്മളതിൻ്റെ ഈ കണ്ടീഷൻ പറഞ്ഞ സൈറ്റിൻ്റെ കണ്ടീഷൻ പറഞ്ഞപ്പോൾ സ്ക്വയർ ബ്രിഡ്ജ് ഇത് ഇങ്ങനെ 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 ഫ്ലോ വരുന്നതാണ് സ്ക്വയർ ബ്രിഡ്ജ്. സ്ക്യൂ ബ്രിഡ്ജ് പറഞ്ഞാൽ അതിലേക്കുള്ള ഫ്ലോ ചെരിഞ്ഞൊക്കെ വരും. അല്ലെങ്കിൽ ബ്രിഡ്ജ് തന്നെ ഫ്ലോക്ക് 90 ഡിഗ്രി അല്ലായിരിക്കും. ഓക്കെ, മറ്റേ 90 ഡിഗ്രി ആയിരിക്കും ഫ്ലോക്ക്. നാലാമത് അക്കോർഡിംഗ് ടു പർപ്പസ്, ഹൈവേ ബ്രിഡ്ജ്, റെയിൽവേ ബ്രിഡ്ജ് ഉണ്ട്. ഗ്രേഡ് സെപ്പറേഷൻ ഫൂട്ട് ബ്രിഡ്ജ് അല്ലേ, നമ്മളെ ഇതുണ്ടല്ലോ നടപ്പാത മോൾ കൂടെ അല്ലേ, അത്. രണ്ടാമത്തെ റെയിൽവേ ബ്രിഡ്ജ്, ഒന്നാമത്തെ ഹൈവേ ബ്രിഡ്ജ്. ഹൈവേ ബ്രിഡ്ജ് നിങ്ങൾ സാധാരണ കാണുന്നത്. അക്കോർഡിംഗ് ടു ലൈഫിനെ വെച്ച് ടെമ്പററി ബ്രിഡ്ജ്, പെർമനൻറ്റ് ബ്രിഡ്ജ്. നമ്മൾ തൽക്കാലം കിട്ടുന്നതുകൊണ്ട് സ്ഥിരമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇത് പിന്നെ അക്കോർഡിംഗ് ലൈവ് ലോഡ് സ്റ്റാൻഡേർഡ് നമ്മളെ കോഡ് ബേസ് ചെയ്താണ്. ഞാൻ പറയും ഇന്ത്യൻ റോഡ് കോൺഗ്രസ് പറഞ്ഞ ഒരു കോഡ് ഉണ്ട് നമ്മളെ ബ്രിഡ്ജ് എഞ്ചിനീയറിങ്ങിനൊക്കെ. അത് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് എ, ക്ലാസ് ബി. ഇത് കണ്ടിട്ട് ക്ലാസ് സി, ക്ലാസ് ഡി അങ്ങനെ എഴുതി വെക്കണ്ട. ഈ ഡിയുള്ള ക്ലാസ് മാത്രം എഴുതി വെക്കുക, അങ്ങനെയൊന്നും ഇല്ല. ബ്ലഡ് ഗ്രൂപ്പ് പറഞ്ഞ പോലെ ABCDEFG അങ്ങനെയൊന്നും ഇല്ല. ഇത് പോസിറ്റീവ്, AB നെഗറ്റീവ്, അങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പുള്ളൂ. ഇപ്പോൾ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, അങ്ങനെ കുറേ ക്ലാസ്സൊന്നുമില്ല. ഈ പറയുന്ന ക്ലാസ് എഴുതി വെക്കുക. വേറെ 2-3 കൂടി ഉണ്ട്, ആ കോഡ് നോക്കി അറിയാം. ക്ലാസ് എ പറഞ്ഞാൽ ലോഡിംഗ് ബ്രിഡ്ജാണ്. എല്ലാം ലോഡിംഗ് ബ്രിഡ്ജ് തന്നെ, പക്ഷേ അതിനകത്തുള്ള വലിയ ഡിപ്പെൻസ് ഓൺ ദി കോഡ്. ഇന്ത്യൻ റോഡ് കോൺഗ്രസിൻ്റെ കോഡ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി, നിങ്ങൾക്ക് കുറച്ച് പഠിക്കാനുണ്ട്. ഇനി സൂപ്പർ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള സൂപ്പർ സ്ട്രക്ചർ പറഞ്ഞാൽ ഇതിപ്പോൾ ബ്രിഡ്ജാണെങ്കിൽ ബ്രിഡ്ജിൻ്റെ ഈ വരുന്ന ഭാഗമാണ് സൂപ്പർ സ്ട്രക്ചർ. സ്ലാബ് ഉണ്ടാവില്ല, ഗ്രിഡറിൻ്റെ മുകളിലുള്ള സ്പാനൊക്കെ സ്ലാബൊക്കെ വരുന്ന ഭാഗമാണ് സൂപ്പർ സ്ട്രക്ചർ. സ്ലാബ് ബ്രിഡ്ജ്, അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രിഡ്ജ് ബേസ്ഡ് ഓൺ സൂപ്പർ സ്ട്രക്ചർ. ഒന്നാമത്തെ സ്ലാബ് ബ്രിഡ്ജാണ്. അത് സാബ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഒരു എല്ലും കൂടി ഉണ്ട്, സ്ലാബ് ബ്രിഡ്ജാണ്. ഓക്കെ, ആൻഡ് ദി സ്പാൻ ഓഫ് ബ്രിഡ്ജ് 3 meter to 6 meter. സ്ലാബ് ബ്രിഡ്ജ് ഈസ് യൂസ്ഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ സംഭവം ഉണ്ടല്ലോ, അത് തന്നെ കൾവേർട്ടാണ്. 3 to 6 എന്ന് പറയുമ്പോൾ ഒരു ബ്രിഡ്ജ് തന്നെ, പക്ഷേ ഇനി കൾവേർട്ട് വേണമെന്ന് പറയുമല്ലോ.
അപ്പോൾ അതിനകത്ത് ബീം ഉണ്ടാവില്ല. ബീം മീൻസ് ഗിർഡർ ഉണ്ടാവില്ല അടിയിൽ. ആ ലോഡ് എടുക്കും 6 മീറ്റർ വരെ അത് അതിൻ്റെ ലോഡ് എടുക്കും. ഈ 3 to 6 എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൾവേർട്ട് ഓർമ്മ വരണേ. ഇറ്റ് ഈസ് ആൾസോ കോസ്റ്റ്ലി. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് കൾവേർട്ട് അവിടെ ഉണ്ടായിരുന്നു സ്ലാബ് ബ്രിഡ്ജ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ സ്ലാബ് ബ്രിഡ്ജ് എന്നൊക്കെ കേൾക്കുമ്പോൾ കൾവേർട്ടും കൂടി ഓർമ്മ വരണേ. കാരണം കൾവേർട്ടും സാധാ ബ്രിഡ്ജും തമ്മിലുള്ള ഡിഫറൻസ് അതിനകത്ത് ഗിർഡർ ഉണ്ടാവില്ല, അടിയിൽ ഗിർഡർ ഉണ്ടാവില്ല. വേറെയുള്ള ബ്രിഡ്ജിന് നിങ്ങൾ ഈ എഞ്ചിനീയർമാരാകുമ്പോൾ ബ്രിഡ്ജിൻ്റെ മുകളിൽ മാത്രം കണ്ടാൽ പോരാ, താഴെ എങ്ങനെ സപ്പോർട്ട് ചെയ്തിരിക്കണമൊക്കെ നോക്കണം നിങ്ങൾ. അപ്പോൾ അതിനകത്തൊരു ഗിർഡർ ഉണ്ടാവും. സാധാരണ ബ്രിഡ്ജിനകത്ത് ഇങ്ങനെ 2-3 ഗിർഡർ കൊടുത്ത് അതിൻ്റെ മുകളിലാണ് സ്ലാബ് വരിക. പിന്നെ ഇവിടെ അപ്രോച്ചും പിന്നെ പൈലും ബോളൊക്കെ വരുള്ളൂ. ബോള് അബട്ട്മെൻ്റ് ഒക്കെ വരുള്ളൂ. ഓക്കെ. ഈ ട്രസ് ബ്രിഡ്ജ്, വെൻ ദി ഫ്ലോറിംഗ് ഓഫ് എ ബ്രിഡ്ജ് ഈസ് സപ്പോർട്ടഡ് ഓവർ സ്റ്റീൽ ട്രസ്സസ് ഇറ്റ് ഈസ് കോസസ് ട്രസ് ബ്രിഡ്ജ്. അങ്ങനെ റെയിൽവേൻ്റെ ഒക്കെ മുകളിലുള്ള അങ്ങനത്തെ ബ്രിഡ്ജ്, അങ്ങനത്തെ വണ്ടി പോകുന്ന ബ്രിഡ്ജും ഉണ്ട്, ആൾക്കാർ വണ്ടി പോകുന്ന ബ്രിഡ്ജും ഉണ്ട്. ഇവിടെ ഇവിടെ സാധാരണ കാണില്ല, നമ്മൾ ലണ്ടനിലൊക്കെ കാണാം. പക്ഷെ എന്താ വെച്ചാൽ അതിന് റെസ്റ്റ് വരും, ഇടയ്ക്കിടയ്ക്ക് പെയിൻറ്റ് അടിക്കേണ്ടി വരും. റെയിൽവേയിൽ കണ്ടില്ല ഇടയ്ക്കിടയ്ക്ക് പെയിൻറ്റ് അടിക്കുന്നത്. നോർമലി യൂസ്ഡ് ഫോർ റെയിൽവേസിലുണ്ട്. ഈ സസ്പെൻഷൻ ബ്രിഡ്ജ്, നമ്മളെ തൂക്കുപാലം, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെറ്റ്സ് ഓഫ് കേബിൾസ് ഹാങ്ങിങ് ഇൻ എ കർവ്ഡ് ഫ്രം വിച്ച് ദി റോഡ് വേസ് സപ്പോർട്ടഡ്. ഇങ്ങനെ തൂക്കി തന്നെ. ഇറ്റ് കൺസിസ്റ്റ് സെറ്റ്സ് ഓഫ് കേബിൾ കുറേ കേബിൾസ് ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടാവുക, ഇങ്ങനെ പിടിച്ചിട്ടിട്ട് ഇതിങ്ങനെ പിടിച്ച് കെട്ടിയിട്ടുണ്ടാവും. ജിമ്മിലൂടെ നടക്കുക. ഇവിടെ പട്ടാളക്കാരൻ മാർച്ചൊന്നും നടക്കാൻ പറ്റൂലേ, അതിനെന്തൊരു കണ്ടീഷൻ വന്നിട്ട് പൊളിഞ്ഞാടി പോകും. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഒരു കണ്ടീഷൻ വന്നിട്ട് അത് പൊളിഞ്ഞു പോകും. ഈ കൺസിഡർ സെറ്റ്സ് ഓഫ് കേബിൾസ് ഹാങ്ങിങ് ഇൻ എ കർവ്ഡ് വിച്ച് റോഡ്വേ ഈസ് സപ്പോർട്ടഡ്. ദ ഫ്ലോറിംഗ് ലോഡ് ഈസ് ട്രാൻസ്ഫേർഡ് സസ്പെൻഡേഴ്സ് ആൻഡ് കേബിൾസ് ടു ദി പിയേഴ്സ്. മനസ്സിലാക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ വളരെയധികം മനസ്സിലാക്കി. ഇത് സസ്പെൻഡേഴ്സ് എന്ന് അതിന് പറയാം. ഈ തൂങ്ങി കിടക്കുന്നുണ്ട്. ഈ നമ്മളിതിൽ കൂടെ നടക്കുകയാണെങ്കിൽ നമ്മളെ ലോഡ് ഇതിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഈ കേബിൾമൊക്കെ പോകും. ഈ കേബിൾമെന്നിട്ട് പോയിട്ട് ഇവിടെ എന്തുണ്ടാവും, ഇവിടെ പിയർ ഉണ്ടാവും, അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും കേട്ടോ, അറ്റത്തേക്ക്. ഈ ലോഡ് ട്രാൻസ്ഫർ ചെയ്യും. നമ്മൾ ഇതിലൂടെ നടന്ന് പോകാമെന്ന് വെച്ചോളൂ. നമ്മളെ ലോഡ് ഈ കേബിളിലൂടെ, ഈ സസ്പെൻഡേഴ്സിലൂടെ ഈ കേബിളിലേക്ക് പോകും, കേബിളിന് പോളിലേക്ക് പോകും. ദാറ്റ്സ് ഓൾ. 5ാമത്തെ ആർച്ച് ബ്രിഡ്ജ്. നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ആർച്ച് ആക്ഷൻ കൊണ്ട് അതിൻ്റെ ലോഡ് എടുക്കും, ഇങ്ങനെ ഉണ്ടാവും. ഇൻ സച്ച് ടൈപ്പ് ഓഫ് ബ്രിഡ്ജ് വെയിറ്റ് ഓഫ് ഫ്ലോറിംഗ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി പിയേഴ്സ് ത്രൂ ആർച്ച്. ഇതിവിടെ ആർച്ച്, ഇവിടെ പിയർ ഉണ്ടാവും, മനസ്സിലായില്ലേ? ഈ ഫിഗറിലൊക്കെ കാണാം, ഇങ്ങനെ ഉണ്ടാകും. ഇവിടെ പിയർ ഉണ്ടാവും, ഇവിടെ സ്ലാബ് ഉണ്ടാകും. ഈ സ്ലാബിൻ്റെ ഇത് ആർച്ച് ആക്ഷനിലൂടെ പിയറിലേക്ക് പോകും. ആർച്ച് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല ബീമിൻ്റെ സ്ട്രെങ്ത് വരുന്ന സാധനമാണ്. ത്രൂ ആർച്ച് ദ ഫ്ലോർ ബീം ഈസ് സസ്പെൻഡഡ് ത്രൂ ഹാങ്ങേഴ്സ് ഫ്രം ആർച്ച്. ഫ്ലോർ ബീം സസ്പെൻഡ് ചെയ്തിരിക്കും ത്രൂ ഹാങ്ങേഴ്സ് ഫ്രം ആർച്ച്. Explain different types of bridges based on alignment. Square or straight alignment. നേരത്തെ ഡിസ്കസ് ചെയ്ത the alignment of the bridge is perpendicular to the center line of river. It is best alignment. അല്ലേ? അതാകുമ്പോൾ ലോഡ് കുറയും. ഉണ്ടോ? ഇതാണ് സ്ക്വയർ അലൈൻമെൻറ്റ്. നേരത്തെ ഡിസ്കസ് ചെയ്താണ് സ്ക്വയർ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി സ്ക്യൂ ചെരിഞ്ഞിട്ടാണ് ഫ്ലോ വരിക, അപ്പോൾ അതിൽ ലോഡ് വരികയും. Skew bridge, when the alignment of the bridge is not perpendicular to the center line of the river, it is called skew bridge. Skew bridge.
ക്യൂ അലൈൻമെൻറ്റ് ഷുഡ് ബി അവോയ്ഡ് ആസ് ഫാർ ആസ് പോസിബിൾ. അത് അവോയ്ഡ് ചെയ്യുന്നത് നല്ലത്. മനസ്സിലായില്ലേ? കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റെനൻസ് ആർ ഡിഫിക്കൽട്ട്. അതിൻ്റെ കൺസ്ട്രക്ഷനും മെയിൻ്റെനൻസ് ഡിഫിക്കൽട്ടാണ്. കാരണം അതിനകത്ത് കൂടുതൽ ലോഡ് വരും. നേരെ ആകുമ്പോൾ അതിനകത്ത് ഇപ്പോൾ ഈ അടിയിലുള്ളതിൻ്റെ ഈ പോൾസൊക്കെ ഉണ്ടാവില്ലേ, പയർ അല്ലെങ്കിൽ പോൾസ്, പോൾസ് എന്നൊക്കെ പറയുമ്പോൾ ഒന്നാണ് മനസ്സിലായി. പില്ലർ എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട. ഇതിൻ്റെ സംഭവം ഉണ്ടല്ലോ, ഇത് ഒരു ഇങ്ങനെ കൊടുക്കുക, ഈ ഫ്ലോൻ്റെ ഡയറക്ഷനിൽ ഇങ്ങനെ കൊടുക്കുക. എന്താ, ഇതിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ അത് ഇങ്ങനെ പെട്ടെന്ന് കടന്നു പോകാൻ, ഒബ്സ്ട്രക്ഷൻ ഇല്ലാണ്ട് ഇതിലുള്ള ഇത് കുറയും. ഫ്ലോ വിൽ ബി ടർബുലൻറ്റ് കോസിങ് എക്സസീവ് സ്കോർ ആൻഡ് ഗ്രേറ്റർ പ്രഷർ ഓൺ ദി പെയർസ്. ഇതിനകത്ത് ഇതിൽ ഫ്ലോ എക്സസീവ് ടർബുലൻ്റ് ഒക്കെ ആകുമ്പോൾ ഇതിൽ കുറേ സ്കൗറിങ്, തേയ്മാനം സംഭവിക്കും. ഇങ്ങനത്തെ ഈ ഫ്ലോയിൽ വിഷയം. ഇനി നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിങ് വാളാണ്. വിങ് വാൾ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ക്വാണ്ടിറ്റി സർവേ 2 ഓർമ്മ വരണം. ക്വാണ്ടിറ്റി സർവേ 2-ലൊക്കെ നമ്മൾ ഇതിലും പഠിച്ചു, പറഞ്ഞു വിങ് വാൾ എന്താണ്. ക്വാണ്ടിറ്റി സർവേ 2-ൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. വിങ് വാൾസ് ആർ പ്രൊവൈഡഡ് അറ്റ് ബോത്ത് ഓഫ് ദി അബട്ട്മെൻറ്റ്സ് ടു റിട്ടൈൻ ദി എർത്ത് ഫില്ലിംഗ് ഓഫ് ദി അപ്രോച്ചസ്. വിങ് വാൾസ് ബോത്ത് എൻഡ്സ് ഓഫ് അബട്ട്മെൻറ്റ്, ഈ ബ്രിഡ്ജിൻ്റെ ഇങ്ങേ തരത്തിലുള്ള സാധനത്തിൻ്റെ പേരാണ് അബട്ട്മെൻറ്റ്. അപ്പോൾ അവിടെയുള്ള ആ സോയിലും കാര്യങ്ങളൊക്കെ ഇതാക്കാനും വേണ്ടി ഇതിൻ്റെ സൈഡിലേക്ക് ഒരു സംഭവം കൊടുത്തിട്ടുണ്ടാവും. അതാണ് റിട്ടൈൻ ദി എർത്ത് ഫില്ലിംഗ്. അവിടുത്തെ മണ്ണും ഇതൊക്കെ ഇതാക്കാനും ഫ്ലോ ഈസി ആക്കാനും ആണ് വിങ് വാൾ കൊടുക്കുന്നത്. അതാണ് വിങ് വാൾ കൂടി കാണിച്ചു തന്നിട്ട് നമുക്ക് ഇന്നത്തെ ഈ പ്രസൻറ്റേഷൻ നിർത്തുക. ബാക്കി വിങ് വാളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക്, ഇതാണ് വിങ് വാൾ അല്ലേ, കൺഫ്യൂഷൻ വരുന്നത്. ഇവിടെയുള്ള സോയിലൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും കൂടിയാണ് വരുന്നത്. ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് പ്രസൻറ്റേഷൻ. താങ്ക് യു. സ്റ്റേ സേഫ്.